ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ വന്നേക്കുന്നത് ധനുഷിൻ്റെ സംവിധാനത്തിൽ ഇന്നലെ ഇറങ്ങിയ തമിഴ് സിനിമയാണ് റായൻ. ഇന്നലെ രാത്രി ഒരു 10:45 11 ഷോയ്ക്ക് ആറച്ചെന്നാണ് സിനിമ കണ്ടത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കുന്നോളത്തുള്ള 2 തിയേറ്ററിൽ ഒന്നാണ് ആറച്ച്, പിന്നെ ലിറ്റിൽ ഭാവന, ഗുരുവായൂരങ്ങ ദേവകി. അപ്പോൾ അവിടെ നിന്നാണ് സിനിമ കണ്ടത്. ഒരു ആക്ഷൻ ഫാമിലി ത്രില്ലറായിട്ടാണ് സിനിമ ഒരുക്കിയേക്കുന്നത്. ധനുഷ്, കാളിദാസ് ജയറാം, സുദീപ്, SJ സൂര്യ, അപർണ ബാലമുരളി, വരലക്ഷ്മി, ശരത് കുമാർ, പ്രകാശ് രാജ്, പിന്നെ സെൽവരാഘവൻ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ധനുഷിൻ്റെ പെർഫോമൻസാണ് ഈ പടത്തിൻ്റെ ഒരു മെയിൻ മുതൽക്കൂട്ട്. എല്ലാവരും കുഴപ്പമില്ലാണ്ട് കാളിദാസ് ജയറാമും സുദീപും പിന്നെ അപർണ ബാലമുരളി എല്ലാം നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുലിമുരുകനിൽ നമ്മൾ തള്ളുമൂപ്പെന്നൊക്കെ നമ്മൾ മലയാളികൾ പറഞ്ഞ പോലെ തമിഴ് സിനിമയിൽ ഇപ്പോൾ ഒരു തള്ളുമൂപ്പനായിട്ടാണ് സെൽവരാഘവനെ ഉപയോഗിക്കുന്നത്. നായകനെ ബൂസ്റ്റ് ചെയ്ത് പറയുക, അങ്ങനെ നായകൻ്റെ കാര്യങ്ങൾ പറയുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ പടത്തിലും സെൽവരാഘവൻ ചെയ്യുന്നത്. പക്ഷേ ആളുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ആൾ ഫുൾ ക്യാരക്ടറുള്ളതാണ്. പിന്നെ ധനുഷിൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചൊരു കുട്ടിയുണ്ട്, തുഷാര വിജയൻ. ആ പെൺകുട്ടി ആക്ഷൻ സീൻസ് ആയാലും ഇമോഷണൽ സീൻസ് ആയാലും നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ധനുഷ് സംവിധാനം ചെയ്ത സിനിമയെന്ന് ആദ്യം ഞാൻ പറഞ്ഞല്ലോ. ധനുഷ് തന്നെയാണ് ഈ സിനിമയുടെ കഥ ഒരുക്കിയേക്കുന്നത്. ഒരു സാധാരണ സ്ഥിരം തമിഴ് സിനിമയുടെ പാറ്റേണിലാണ് ഈ സിനിമ പോയത്. മാസ് മസാല പടം, അതൊക്കെ അണ്ണൻ തമ്പി പാസം, പിന്നെ തങ്കച്ചി പാസം, പിന്നെ അത്യാവശ്യം ചോരക്കളി, ആക്ഷൻ, ഇതിലങ്ങനെയാണ് സിനിമ പോണത്. പക്ഷേ ധനുഷ് എന്ന നടൻ്റെ ഉപരിയായിട്ട് ധനുഷ് എന്ന സംവിധായകനാണ് ഈ സിനിമയിൽ ശരിക്കും ഈ സിനിമേനെ ഒരു തലത്തിൽ നിന്ന് ഉയർത്തി കൊണ്ടുപോയിരിക്കുന്നത്. അതിന് മെയിൻ കാരണം എന്താ വെച്ചാൽ റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ ഇതിലത്തെ പാട്ടുകളൊക്കെ ഓൾറെഡി യൂട്യൂബിലും എല്ലാറ്റിലും വൈറലായ പാട്ടുകളാണ്. അതൊക്കെ നല്ല രീതിയിലേക്ക് ഈ സിനിമയ്ക്ക് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആക്ഷനിലൊക്കെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ അതല്ലാണ്ട് വരുന്ന നല്ല നല്ല പാട്ടുകൾ, അതൊക്കെ ഈ സിനിമേനെ ഈ സ്ഥിരം പാറ്റേൺ കഥ, അതിലെ തങ്കച്ചി പാസം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് സിനിമേനെ നമുക്ക് കാണുമ്പോൾ കുറച്ചൊരു, പിന്നെ ഇതിൽ സെറ്റ് ഇട്ടേക്കുന്നതൊക്കെ നല്ല ചിലവായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കോളനി സെറ്റപ്പാണ്. ആ ഒരു രീതിയിലുള്ളതാണ് ആദ്യം മുതൽ അവസാനം വരെ പോണത്. പിന്നെ സ്ഥിരം രണ്ട് ഗ്യാങ് വാർ, അതായത് 2 സംഘത്തലവന്മാർ നമ്മൾ തല്ലൂട്ടം, അതിൻ്റെ ഇടയിൽ കുടുങ്ങണ കുടുംബത്തിൻ്റെ അവസ്ഥ, അതൊക്കെയാണ് സിനിമ പറഞ്ഞു പോണത്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് സിനിമേനെ എത്തിച്ചത് പിന്നെ പീറ്റർ റൈൻ്റെ ആക്ഷൻ ഈ സിനിമയിൽ നല്ല രസമായിട്ട് ധനുഷ് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും മുതലാക്കിയിട്ടുണ്ട്. അത് മുതലാക്കിയെന്ന് പറയാൻ ശരിക്കും ഒരു ഉദാഹരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഇടിയൻ ചെന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിൻ്റെ റിവ്യൂസ് ചെയ്തവരൊക്കെ ഇത് പീറ്റർ റൈനാണോ ആക്ഷൻ ചെയ്തത് എന്ന് തോന്നണില്ല. അതിനുള്ള ഒന്നും മുതലില്ല എന്ന രീതിയിലാണ് എല്ലാവരും റിവ്യൂസ് വന്നിരുന്നത്. പക്ഷേ ഈ സിനിമ പീറ്റർ റൈൻ ചെയ്തതിൻ്റെ എല്ലാതും അതിൻ്റെ ആക്ഷൻ സീൻസിൽ കാണാം. അതിൽ ധനുഷും പിന്നെ 2 അനിയന്മാരും കൂടിയിട്ട് വില്ലൻ്റെ വീട്ടിൽ പോണ ഒരു ഫൈറ്റ് ഉണ്ടാവും. അത് മുതൽ രക്ഷയില്ല. ഈ സിനിമയിൽ ധനുഷ് നമ്മുടെ എന്താ പറയുക, ഈ യൂണിയൻകാർ ഇങ്ങനെ കൈയിൻ്റെ ഇടയിൽ വെച്ചിട്ട് വളഞ്ഞിട്ടൊരു സാധനം കൊണ്ട് അരിഞ്ചാക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കും. അതിൻ്റെ വേറൊരു മോഡല് ഈ കൈയിൻ്റെ ഒരു ഗ്രിപ്പുണ്ട്, പിന്നെ ഒരു കുറ്റി ഇങ്ങനെ പേന പോലത്തെ ഒരു കുറ്റി തള്ളിക്കുന്നത്. അതാണ് ധനുഷ് ആക്ഷൻസിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. നല്ല രീതിയിൽ നന്നായി ചോരക്കളിയൊക്കെ ഉണ്ട്. പല റിവ്യൂസിലും കമ്പയർ ഉണ്ട്. കില്ലിനെ വെല്ലണ ആക്ഷനാണോ, കില്ലിനെ വെല്ലണ ചോരക്കളി ഉണ്ടോ എന്നൊക്കെ ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ രായ എന്ന സിനിമയ്ക്ക് വരുമ്പോഴേ ഇതിൻ്റെ കഥ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മൂത്ത മോനായിട്ട് ധനുഷ്, പിന്നെ 2 അനിയന്മാർ, പിന്നെ അച്ഛനമ്മ. ഈ കുടുംബത്തിൽ അവർക്കൊരു പെൺകുട്ടി ജനിക്കുകയാണ്. ധനുഷിൻ്റെ അച്ഛനമ്മയ്ക്കൊരു പെൺകുട്ടി ജനിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് ധനുഷാണ് പേര് വയ്ക്കുന്നത്. ധനുഷ് ദുർഗ എന്നാണ് പേര് വയ്ക്കുന്നത്. ധനുഷിൻ്റെ അനിയത്തി. ഇതിൽ ഈ ധനുഷിൻ്റെ അനിയനായിട്ട് സുദീപ്, ഏറ്റവും താഴെയുള്ള അനിയനായിട്ട് കാളിദാസ് ജയറാം. ഇവരെല്ലാം പേരിൻ്റെ അവസാനം രായെന്നുണ്ട്. അപ്പോൾ അതൊന്ന് വ്യത്യസ്തമാക്കിയിട്ട് ഇവളുടെ പേര് ദുർഗ എന്ന് വയ്ക്കുന്നത് ഇവൻ ഈ സിനിമയിൽ പറയുന്നുണ്ട്. പിന്നെ ഈ സിനിമയിലെ ക്ലൈമാക്സ് ഇതിനോടടുത്തിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ തള്ളുമൂപ്പൻ്റെ പോലെയാണ് ഇപ്പോൾ സെൽവരാഘവൻ ഉപയോഗിക്കുന്നത്. സെൽവരാഘവൻ ധനുഷിനെ കുറിച്ച് പറയുന്നുണ്ട്. ധനുഷിൻ്റെ അനിയത്തി പഠിക്കാൻ പോകുന്ന സമയത്ത് 3 പേര് ശല്യം ചെയ്തു. അതിൽ ഒരുത്തൻ്റെ കാല് വെട്ടി, ഒരാളുടെ കൈ വെട്ടി, ഒരുത്തനെ കൊന്നു എന്നുള്ള രീതിയിലൊക്കെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. എങ്ങനെയായാലും ഇപ്പോൾ വിജയ് സേതുപതിയുടെ പടം മഹാരാജയുടെ കമ്പയർ 50ാമത്തെ പടം വിജയ് സേതുപതി അടിപൊളിയാക്കി, 50ാമത്തെ പടം ധനുഷ് അടിപൊളിയാക്കി എന്നുള്ള രീതിയിലൊക്കെ റിവ്യൂസ് വരുന്നുണ്ട്. ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റിയ സിനിമ. പിന്നെ പുതുമയൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട. പിന്നെ എന്താ പറയുക, തമിഴ് സിനിമയിൽ കാണുന്ന പോലെ അച്ഛനമ്മയും അവസാനം മക്കളിട്ടിട്ട് പോവുകയാണ്. അവർ പിന്നെ പുറത്തേക്ക് പോയിട്ട് പിന്നെ വരുന്നില്ല. അപ്പോൾ ആ സമയത്ത്
ഇവർ ഒരു സ്വാമിയുടെ അടുത്തേക്ക് പോകണു. ആ സ്വാമി അനിയത്തിനെ വെക്കാൻ ശ്രമിക്കുന്നു. ആ സ്വാമീനെ കൊന്നിട്ട് തുടങ്ങുന്ന ജീവിതമാണ്. ആ സ്വാമീനെ ധനുഷ് കൊല്ലും. എന്നിട്ട് ധനുഷ് 2 അനിയന്മാരെയും പെങ്ങളായിട്ട് പോവുകയാണ് നാട് വിട്ടിട്ട്. പിന്നെ അവിടെ ചെന്നിട്ട് ധനുഷ് കഷ്ടപ്പെട്ടിട്ട് അവിടെ ചെല്ലാൻ നേരത്ത് സെൽവരാഘവനെ കാണും. സെൽവരാഘവൻ ഓരോ പണികൾ കൊടുക്കും. പിന്നെ അവൻ കുടുംബമായിട്ട് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ തുടങ്ങുന്നത്, ഒരു വലിയ തട്ടുകട പോലത്തെ സെറ്റപ്പ് വലുതായിട്ട് അത് നടത്തണതും അവിടെ നിന്നൊക്കെയാണ് കഥ വികസിക്കുന്നത്. കൂടുതൽ പറയുന്നില്ല. പിന്നെ എസ് ജെ സൂര്യനെ വിളിച്ചിട്ട് 2 വാക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആളുടെ ലെവൽ എന്താണെന്നറിയില്ല. ആ ലെവലിലേക്കൊന്നും കയറി ചെയ്യാനുള്ള റോളൊന്നും ഇതിലില്ല. എന്നാലും ആൾ ചെയ്തത് നല്ല തമാശയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വരലക്ഷ്മി ശരത് കുമാർ, ഞാൻ ഇതിൻ്റെ റിവ്യൂസൊക്കെ നല്ല സിനിമ ഇറങ്ങിയിട്ട് ഫസ്റ്റ് റിവ്യൂ ആയിട്ട് അതിനെക്കുറിച്ച് ആരും പറയണേ കേട്ടില്ല. ഞാൻ കേൾക്കാണ്ടായിരിക്കും. ഈ സിനിമയിലെ എസ് ജെ സൂര്യയുടെ വൈഫായിട്ട് വരുന്നത് വരലക്ഷ്മി ശരത് കുമാറാണ്. ആൾക്ക് ഒരുപാട് റോളൊന്നുമില്ല. ഉള്ള റോള് സിമ്പിളായിട്ട് ശരി 1-2 സംസാരം ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ തമിഴിലെ ആക്ഷൻ മാസ് മസാല പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, അണ്ണൻ തങ്കച്ചി ഭാഷ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ പടം ഇഷ്ടമാവും. അതിനെല്ലാം അപ്പുറം ധനുഷ് എന്ന നടൻ, ധനുഷ് എന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ സിനിമ ചെയ്യാൻ വന്നപ്പോൾ എല്ലാവരും പരിഹസിച്ച് ഞാൻ സിനിമ ഇനി ചെയ്യില്ല എന്ന് വിചാരിച്ചു കൊടുത്തുനിന്ന് ഇപ്പോൾ 2ാമത്തെ സിനിമയാണ് ധനുഷ് സംവിധാനം ചെയ്യുന്നത്. ആദ്യത്തെ പടം പാപ്പാണ്ടി, പിന്നെ 2ാമത്തെ പടം രായൻ. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ടെക്നിക്കൽ വശങ്ങൾ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കായാലും പീറ്റർ റൈനായാലും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായം പറയാം.